ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. കളങ്കാവിൽ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മൂവി കണ്ടു, ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിട്ട് മാറി കളങ്കാവിൽ. മമ്മൂട്ടിയുടെ നല്ലൊരു കംബാക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്ര നല്ല രീതിയിൽ ആ മൂവിനെ എടുത്തിട്ടുണ്ട്. ഇതിലും മനോഹരമായിട്ട് ആ മൂവിനെ എടുക്കാൻ പറ്റില്ല. അത്ര നല്ല രീതിയിൽ ആ മൂവിനെ ജിതിൻ കെ ജോസിൻ്റെ മൂവിയാണ്. വളരെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒരേപോലെ എൻജോയ് ചെയ്തു. എനിക്കൊന്നുകൂടെ ഇഷ്ടപ്പെട്ടത് കൂടുതലും സെക്കൻഡ് പാർട്ടാണ്. നല്ലൊരു മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള മൂവിയാണ്. പിന്നെ മമ്മൂട്ടിയുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡായിട്ടുള്ളൊരു മൂവിയാണ്. അപ്പം മമ്മൂട്ടി അതിൻ്റെ ലോഞ്ച് സമയത്ത് തന്നെ പറഞ്ഞു, മമ്മൂട്ടി കമ്പനിക്ക് നല്ല ഒരുപാട് മൂവീസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ കൂടെ ചെയ്ത മൂവികളിലൊന്നാണ് ഈ മൂവി എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ചെയ്ത ക്യാരക്ടറെ ചിലപ്പോൾ സ്നേഹിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് അത്രയും സ്നേഹത്തോടു കൂടിയായിരിക്കും ആ മൂവി കണ്ടിറങ്ങുന്നതെന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ആ മൂവി. നല്ല നല്ല രീതിയിൽ എടുത്തൊരു മൂവി. നല്ല കളർ ഗ്രേഡ്, നല്ല BGM, അത് പോയേക്കുന്ന ഒരു സ്റ്റൈല് എല്ലാം അടിപൊളിയാണ്. സൈനൈഡ് മോഹൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ ആസ്പദമാക്കി എടുത്തൊരു മൂവിയാണ്. ഈ ജിതിൻ കെ ജോസ് എന്ന് പറഞ്ഞ കുറുപ്പിലും ഒരു പാർട്ടായ ഒരാളാണ്. അപ്പം അത്രയും നല്ല രീതിയിൽ ഈ മൂവിനെ ചെയ്തു നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് ഗൂസ് ബംസ് ഉണ്ട്. പിന്നെ നല്ല സ്വാഗാണ്. നല്ല രീതിയിൽ ആ മൂവിനെ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ത്രില്ലിങ് മൂവിയാണ്. വിനായകനാണെങ്കിൽ ഒരു രക്ഷയില്ല. ആദ്യത്തെ വന്ന സമയത്ത്, വിനായകൻ്റെ റോള് വന്ന സമയത്ത് ഈ ക്യാരക്ടർ എങ്ങനെ ഈ കേസ് തെളിയിക്കും എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിലൊക്കെ വരും. പക്ഷെ അങ്ങോട്ട് സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും അടിച്ച് കയറി വിനായകൻ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു കട്ടയ്ക്ക് മമ്മൂട്ടിയുടെ ഇതിൽ കട്ടയ്ക്ക് വിനായകൻ ഉണ്ടായിരുന്നു. സ്റ്റിൽ എനിക്ക് മമ്മൂക്കേനെയാണ് ഇഷ്ടപ്പെട്ടത്. മമ്മൂക്ക ഒരു രക്ഷയില്ല. മമ്മൂക്കയ്ക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ മലയാളത്തിൽ വേറൊരു ആക്ടറെന്ന് എനിക്ക് പറയാൻ പറ്റൂല. കാരണം മമ്മൂട്ടി അല്ലാതെ പറ്റൂല ഇങ്ങനത്തെ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ക്യാരക്ടേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ രീതിയിലുള്ള ക്യാരക്ടേഴ്സാണ് എപ്പോഴും മമ്മൂട്ടി ചൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഓരോ ബ്രഹ്മയുഗം പോലെ ഓരോ മൂവി എടുത്താലും മമ്മൂട്ടി നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നേക്കുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലേ. കാരണം അത്രയും എനിക്ക് തോന്നുന്നു ഓരോ ക്യാരക്ടറും മമ്മൂക്ക ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എത്തിക്കാൻ മമ്മൂട്ടീനെ കൊണ്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ഒരേ ടൈപ്പിലുള്ള ഉള്ള രീതിയിലുള്ള ക്യാരക്ടേഴ്സ് അല്ലാതെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സും. ഞാൻ പറഞ്ഞ മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടറിനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഡയറക്ടേഴ്സും വേണം. പിഴിഞ്ഞൂറ്റി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഡയറക്ടേഴ്സുണ്ട്. ഇതേപോലുള്ള ഒരുപാട് പടങ്ങൾ മമ്മൂട്ടിയുടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യും. അത്രയും നല്ലൊരു മൂവി, ഓരോ എലമെൻസും അടിപൊളി. പിന്നെ ആക്ട്രസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. കുറേ ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. രജിഷ വിജയൻ, മാളവിക മേനോൻ, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല, കൂടുതൽ പറഞ്ഞ സ്പോയിലറാവും. ഈ നടിമാരൊക്കെ കൂടുതലും ഈ ഡൈവോഴ്സ് ആയതും കല്യാണം കഴിക്കാൻ വൈകിയതുമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് കൊണ്ടുവന്നേക്കുന്നത്. കുറേ അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരെയാണ് കൊണ്ടുവന്നേക്കുന്നത്. അങ്ങനെ നല്ലൊരു മൂവി. അതേപോലെ നമുക്ക് പണ്ടത്തെ നോക്കിയ ഫോൺ, അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയയും കൂടെ അത് യൂസ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കുള്ളൊരു പഴയ നമ്മുടെ നൊസ്റ്റാൾജിക് മൂമെൻറ്റ്സും ആ പടം തരുന്നുണ്ട്. ഭയങ്കര ത്രില്ലിങ് ആയിട്ടുള്ള, എനിക്ക് രണ്ട് പാർട്ടും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും. പക്ഷേ കൂടുതൽ ആ ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തിയതൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് എൻഡിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫും അതേപോലെ ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല. വിനായകൻ തൂക്കി ക്ലൈമാക്സ്. എന്നാൽ പോലും മമ്മൂട്ടി ഒട്ടും അടിപൊളിയെന്ന് നമുക്ക് വാക്കുകളിൽ പറയാൻ പറ്റില്ല എത്ര അടിപൊളിയായിട്ട് അത് ചെയ്തു എന്നുള്ളത്. അത്രയും നല്ലത്
നല്ലൊരു മൂവി, കുടുംബത്തോടെയും അല്ലാതെയും വാച്ച് ചെയ്യാൻ പറ്റിയൊരു നല്ല ഒരു ഇന്നത്തെ ഒരു കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ഒരു കഥയാണ് പറയുന്നത്. ഒരു നെഗറ്റീവ് ഷെയ്ഡാണെങ്കിൽ തന്നെ നമുക്കത് അടിപൊളിയായിട്ട് നമ്മളെ എൻജോയ് ചെയ്യും. ഇത് ഓരോ മിനിറ്റ്സും നമ്മളത് എൻജോയ് ചെയ്യും. മമ്മൂട്ടിയുടെ ഓരോ സ്വാഗ് കണ്ടു കഴിഞ്ഞിട്ടല്ലോ ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ഗൂസ് ബംസ് ഈ മൂവി നമുക്ക് തരും. ഓരോ എലമെൻസും നമ്മളെ ഈ ട്രെയിലറിൽ കാണുന്ന ഒന്നും അല്ല കേട്ടോ, പോയി ശരിക്കും നിങ്ങൾ മൂവി തന്നെ തിയേറ്ററിൽ തന്നെ പോയി കാണണം ആ മൂവി. കാരണം ട്രെയിലറിൽ കാണാത്ത പല സ്വാഗുകളും നല്ല പെർഫോമൻസും ആ മൂവിയിൽ ഉണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ ആ പടം എൻജോയ് ചെയ്യും. കുടുംബത്തോടെ പോയി കാണുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക.